ഒരു ചാപ്റ്റർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റിയാലോ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. ഞാൻ നിങ്ങൾക്ക് ബൈനോമിയൽ തിയറം കുറഞ്ഞ സമയം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം വരെ ഈ വീഡിയോ കാണുക എന്നുള്ളതാണ്. അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും, നോ ഡൗട്ട്. അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബൈനോമിയൽ തിയറം. അപ്പോൾ എന്താ ഈ ബൈനോമിയൽ തിയറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മൾ ഒരു ടേം അല്ലെങ്കിൽ ഒരു വേരിയബിൾ മാത്രം ഉണ്ടാകുമ്പോൾ അതിനെ മോണോമിയൽ എന്ന് പറയാം. അതേപോലെ തന്നെ രണ്ടാൾക്കാർ ഇങ്ങനെ എക്സാമ്പിളായിട്ട് A+B അതേപോലെ തന്നെ X+Y ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ രണ്ടാൾക്കാരല്ലേ, ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അതിൽ രണ്ടാൾക്കാർ ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ബൈനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഈ A+B അതേപോലെ X+Y ഇതിൻ്റെയൊക്കെ പവറിൽ നിങ്ങൾ പണ്ട് 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് A+B ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനൊക്കെ. അതേപോലെ പവറിൽ വലിയ നമ്പേഴ്സ് വന്നാൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, അതാണ് നമ്മൾ ബൈനോമിയൽ തിയറം വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് പറയുക, ആ തിയറത്തെ. സോ ഞാൻ ആദ്യം തന്നെ എയും ബിയും രണ്ടെണ്ണം ആഡ് ചെയ്തു, അതിൻ്റെ പവറിൽ 0 കൊടുത്തു. അതേപോലെ തന്നെ A+B ഹോൾ റൈസ് ടു 1 കൊടുത്തു. അതേപോലെ A+B ഹോൾ റൈസ് ടു 2 കൊടുത്തു. അതേപോലെ A+B ഹോൾ റൈസ് ടു 3 കൊടുത്തു. അങ്ങനെ പോയിട്ട് A+B ഹോൾ റൈസ് ടു 4 ഇങ്ങനെ കുറേ ടേംസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു നമ്പറിൻ്റെ പവറിൽ 0 വന്നാൽ ഈ 0 അല്ലെങ്കിൽ 1, 2, 3, 4 ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡെക്സ് എന്നാട്ടോ. ഇൻഡെക്സ് ഓക്കെ. അപ്പോൾ A+B എന്ന് പറയുന്ന ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ പവറിൽ 0 വന്നാൽ, എന്തിൻ്റെ പവറിൽ 0 വന്നാലും ആൻസർ 1 ഓക്കെ. ഇനി A+B റൈസ് ടു 1 ആണെങ്കിലോ, ഏത് നമ്പറിൻ്റെ പവറിൽ 1 വന്നാലോ അത് തന്നെ കിട്ടുക. അതായത് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി A+B തന്നെ കിട്ടും. ഇത് പിന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ കാണാതെ പഠിച്ചൊരു എക്സ്പ്രഷന് A+B ഹോൾ സ്ക്വയർ, A² + 2AB + B² എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. A² + 2AB + B². A+B ഹോൾ ക്യൂബ് ആകുമ്പോഴോ പവറിൽ 3 വരുമ്പോഴോ ഒന്നുമില്ലടാ, ഇങ്ങനെയാണ് ഇത് എഴുതുക. ഇതെങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. A³ + 3A²B + 3AB² + B³ ഇതാണ് A+B ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ കാര്യം മനസ്സിലാക്കി ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. പവറിൽ 0 വരുമ്പോൾ ഇതിൽ എത്ര ആൾക്കാരുണ്ട്? ഒരൊറ്റ ആളേ ഉള്ളൂ, 1. പവറിൽ 1 വരുമ്പോൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 2 ടേം. പവറിൽ 2 വരുമ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട് നോക്കൂ? 1, 2, 3 ടേം ഉണ്ട്. പവറിൽ 3 വരുമ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട് നോക്കൂ? 1, 2, 3, 4 ടേം. അതായത് പവറിൽ വരുന്ന ഇൻഡെക്സ് എത്രയാണോ അതിനോട് ഒന്ന് കൂട്ടുന്നതായിരിക്കും അതിൻ്റെ എക്സ്പാൻഷനിലുള്ള ടേമുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ A+B ഹോൾ റൈസ് ടു 4 ആണെങ്കിൽ ഇവിടെ എത്ര ടേംസ് വരും എന്നറിയടാ? 5 ടേംസ് വരും. 1, 2, 3, 4, 5 ടേംസ് വരും. നമുക്ക് ആകെ 5 ടേംസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പവറിൽ വരുന്ന ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ എക്സ്പാൻഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് പവറിൽ വരുന്ന നമ്പർ എത്രയാണോ അതിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ആ എക്സ്പാൻഷനിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടെന്ന് മനസ്സിലാവും. സിമ്പിൾ കാര്യമല്ലേ? അങ്ങനെയാണ് നോക്കി, ഞാനൊരു ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ പോലെ എഴുതി തരാം. നമ്പർ ഓഫ് ടേംസ് ഇൻ expansion of A+B ഹോൾ റൈസ് ടു n ഓർ ഇനിയിപ്പോൾ ഇത് പ്ലസ് അല്ല മൈനസ് ആണെന്ന് വിചാരിച്ചോ, എന്നാലും പ്രശ്നമല്ല. A+B ഹോൾ റൈസ് ടു n-ൻ്റെയും A-B ഹോൾ റൈസ് ടു n-ൻ്റെയും ഒക്കെ എക്സ്പാൻഷനിൽ ഉണ്ടാകുന്ന ടേംസുകളുടെ എണ്ണം പവറിൽ എത്രയാണോ നമ്പർ അതിനോട് എന്ത് ചെയ്താൽ മതി? ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ആദ്യത്തെ ടേം. ഒരു ബൈനോമിയൽ തിയറം പ്രകാരം നമ്മൾ എഴുതുമ്പോൾ ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? പവറിലുള്ള ഇൻഡെക്സ് 0നെ ഇവിടുത്തെ ഇൻഡെക്സ് എന്ന് പറയാം, 1ന് ഇൻഡെക്സ്, 2ന് 3ന് 4നൊക്കെ ഇൻഡെക്സ് എന്ന് പറയാം. അതിനോട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ n ആണെങ്കിൽ n-നോട് ഒന്ന് കൂട്ടുക, സിമ്പിൾ കാര്യമല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ പറ. കൺസിഡർ എക്സ്പാൻഷൻ ഓഫ് X + 9Y ഹോൾ റൈസ് ടു 10. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് സിമ്പിൾ അല്ലേ? പവറിൽ എത്രയാണ് ഉള്ളത് നോക്ക് നിങ്ങൾ. പവറിലുള്ളത് 10 അങ്ങനെയാണെങ്കിൽ പവറിലുള്ളതിനോട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 10 + 1 വരും. 11 ആൾക്കാരാണ് ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഉണ്ടാവുക. വെരി ഈസി തിങ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു A+B ഹോൾ സ്ക്വയർ A+B ഹോൾ ക്യൂബ് ഒക്കെ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ജനറലി വരുന്നത്? ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക? അതായത് അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്ന് ഞാൻ എഴുതുന്നത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. ജനറലി ഇതിങ്ങനെ വരിക. A+B ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ k is equal to 0 to n NCK എന്നാണ് നമ്മൾ എഴുതുക. NCK
എ റൈസ് ടു നോക്കിക്കേ എ റൈസ് ടു n മൈനസ് കെ ഇൻറ്റു ബി റൈസ് ടു കെ എന്ന് എഴുതുക. നിങ്ങളിത് അങ്ങനെ ഒന്നും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് കേക്ക് 0 മുതൽ n വരെയുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ കേക്ക് 0 കൊടുക്കും. അപ്പോൾ ഇവിടെയും 0 വരും. പിന്നെ കേക്ക് 1 കൊടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ കേക്ക് പകരം 1 വരും. 2 കൊടുക്കും. അപ്പോൾ 0 മുതൽ ആര് വരെ കൊടുക്കാം? n വരെ കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ ടേമുകൾ കിട്ടും. അതിൻ്റെ എല്ലാം കൂടി സമ്മ് കാണിക്കാനല്ലേ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കണ്ട. ഞാൻ കുറച്ചുകൂടി ഇത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് മക്കളെ, നമ്മുടെ കയ്യിൽ നോക്കിക്കേ എ പ്ലസ് ബി ഓൾ റൈസ് ടു n ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്നറിയോ? വെരി സിമ്പിൾ. ഞാൻ NCK എന്നാണ് നമ്മൾ തുടങ്ങുക. അതായത് കേക്ക് 0 മുതലാണ് ഇട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ചോ, വെരി ഈസി. ആദ്യം NC0 എഴുതും. NC0 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ NC1 എഴുതും. NC1 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ NC2 എഴുതും. NC2 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ NC3 എഴുതും. NC3 എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി ഞാൻ കുറച്ചൊരു പ്ലസ് ഒക്കെ ഇട്ടിട്ട് എക്സെട്രാ ഇട്ടിട്ട് അവസാനം ഒരു NCN വരും. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നോക്കിക്കേ നല്ല സിമ്പിളാണ്. അടുത്ത നിങ്ങൾ എഴുതേണ്ടത് ഇതിൽ എയും വരണം ബിയും വരണം. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ എന്ത് കൊടുത്തോ? എയും കൊടുക്കുക ബിയും കൊടുക്കുക, എയും കൊടുക്കുക ബിയും കൊടുക്കുക. എല്ലായിടത്തും എയും വരും ബിയും വരും. അപ്പോൾ ഇവിടെയൊക്കെ എയും വരും ബിയും വരും. ഇതിൻ്റെ ഒക്കെ കൂടെ എയും വരും ബിയും വരും. എന്നിട്ട് ആ എൻ്റെയും ബിൻ്റെയും പവറിൽ വരുന്ന ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്. പവറിൽ വരേണ്ടത് വെരി സിമ്പിൾ. ഈ എന്നും ഈ 0യും മൈനസ് ചെയ്യുക. അതാ കണ്ടില്ലേ, n മൈനസ് കെ. അതാണ് എൻ്റെ പവറിൽ ചെയ്താൽ. അപ്പോൾ n മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കേണ്ടത് n. അപ്പോൾ നമുക്ക് ബിൻ്റെ പവറിലോ ഇവിടെ വരുന്ന നമ്പർ 0. ഇവിടെ കൊടുക്കുക NC1AB എന്നാ. അപ്പോൾ എന്റെ പവറിൽ ഈ n ഉം 1 ഉം മൈനസ് ചെയ്തത് n മൈനസ് 1. ബിൻ്റെ പവറിലോ ഇവിടെ വരുന്ന ഈ നമ്പർ ബി റൈസ് ടു 1. ഇവിടെ എന്റെ പവറിൽ n ഉം 2 മൈനസ് ചെയ്തത് അതായത് n മൈനസ് 2. ബിൻ്റെ പവറിൽ ഇതാ ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. എ റൈസ് ടു എൻ്റെ പവറിൽ n മൈനസ് 2 കൊടുക്കും. ബിൻ്റെ പവറിൽ 2 കൊടുക്കും. ഇവിടെ എൻ്റെ പവറിൽ ഇതാ നോക്ക്, എന്നും ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. എൻ്റെ പവറിൽ ഈ n ഉം 3 ഉം മൈനസ് ചെയ്തത് n മൈനസ് 3. ബിൻ്റെ പവറിൽ ആക്ച്വലി ഞാൻ എഴുതേണ്ടത് 3 അല്ലേ? ഇവിടെ വരുന്നത് 3 അല്ലേ? അപ്പോൾ ബിൻ്റെ പവറിൽ നമ്മൾ കൊടുക്കുക 3. സിമ്പിൾ കാര്യം. ഇനി അവസാനത്തെ നോക്കിക്കേ, എൻ്റെ പവറിൽ ഞാൻ കൊടുക്കേണ്ടത് n ഉം മൈനസ് ചെയ്താൽ 0. അപ്പോൾ ഇവിടെ 0 വരും. ആൻഡ് ബിൻ്റെ പവറിലോ ഈ താഴെയുള്ള നമ്പർ ഏതാ നോക്ക്, n തന്നെ. അപ്പോൾ അതാ നമ്മളിത് ഇങ്ങനെ എഴുതുക, n ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണോ? അല്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി വേണേൽ പറഞ്ഞുതരാം. ഈ ബി റൈസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി നമ്പർ റൈസ് ടു 0 1 ഇത് 1 ആയി പോകും. ഓക്കെ, എ റൈസ് ടു 0യും എന്തായി പോകും? 1 ആയി പോകും. അപ്പോൾ ഇവിടെ ബി റൈസ് ടു n മാത്രം മതി, ഇവിടെ എ റൈസ് ടു n മതി. സിമ്പിൾ കാര്യം. ഇനി ഇതല്ല പ്രശ്നം. ഇതേ സാധനം തന്നെ മൈനസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം. അതായത് എ മൈനസ് ബി ഓൾ റൈസ് ടു n ആണ് ചോദിക്കുന്നതെങ്കിൽ എടാ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. അതായത് NC0 എ റൈസ് ടു n, ബി റൈസ് ടു 0 1 ആണ്, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അടുത്തത് NC1 എ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു ബി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, അടുത്തത് NC2 എ റൈസ് ടു n മൈനസ് 2 ബി സ്ക്വയർ. ഓക്കെ, അടുത്തത് NC3 എ റൈസ് ടു n മൈനസ് 3 B3 അല്ലേ? എൻ്റെ പവറിൽ n മൈനസ് 3, ബിൻ്റെ പവറിൽ സിൻ്റെ താഴെയുള്ളത്. സിമ്പിൾ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് NCN എ റൈസ് ടു 0 അത് എഴുതണമെന്നില്ല, ബി റൈസ് ടു n. ഇനി ഇവിടെ ചിഹ്നം കൊടുക്കുക. അതായത് പ്ലസ് മൈനസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? വെരി സിമ്പിൾ. എ പ്ലസ് ബി ഓൾ റൈസ് ടു n ആകുമ്പോൾ എല്ലാം പ്ലസ്. ഇവിടുത്തതിൽ ഈസിയാണ്. അൾട്ടർനേറ്റ് ആയിട്ടാണ് സൈന് മാറ്റുക. അതായത് ഒന്നിടവിട്ട് ആദ്യത്തത് പ്ലസ്, രണ്ടാമത്തത് മൈനസ്, പിന്നെ അടുത്തത് പ്ലസ്, അടുത്തത് മൈനസ്, അടുത്തത് പ്ലസ്. അങ്ങനെ പോയി ലാസ്റ്റത്തതിൻ്റെ സൈന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതിൻ്റെ മുമ്പിൽ ഒരു -1 റൈസ് ടു n ഇട്ടിട്ടാ. അതെന്താ സംഭവം? എടാ ഇപ്പോൾ ഈ നിങ്ങളിവിടെ പവറിൽ വരുന്നത് 2 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ -1 റൈസ് ടു 2, -1 റൈസ് ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1ന്റെ സ്ക്വയർ 1 എന്ന് പറഞ്ഞാൽ +1 അല്ലേ? അപ്പോൾ +1 അപ്പോൾ +1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ മുമ്പ് പ്ലസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടത് അത് നോക്ക്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആകുമ്പോൾ ലാസ്റ്റ് വരുന്നത് പ്ലസ് ബി സ്ക്വയറാ. എ മൈനസ് ബി ഓൾ സ്ക്വയർ ആകുമ്പോഴും എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വരിക. അത് സൈന് ഡിറ്റർമൈൻ ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ n വെച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു നമ്പർ തന്ന് നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടിക്കോളും. ഒന്നിടെ വിട്ട് സൈൻ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കുറേ എക്സെട്ര വരും.
ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഭയങ്കര ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം നോക്ക്. ഒരു ചോദ്യം നോക്കിക്കോ. എക്സ് പ്ലസ് 1/x ഓൾ റൈസ് ടു 6. നല്ലൊരു ചോദ്യം. എക്സ് പ്ലസ് 1/x ഓൾ റൈസ് ടു 6. ഞാൻ സ്റ്റാർട്ടിങ് മുതലേ എഴുതി തുടങ്ങാം. നമ്മളത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ എഴുതേണ്ടത് 6z0 അല്ലേ, 6z0. ആദ്യം വരുന്നത് എക്സ്, അപ്പോൾ എക്സിൻ്റെ പവറിൽ കൊടുക്കേണ്ടത് 6 - 0 6. ആൻഡ് 1/xന്റെ പവറിൽ കൊടുക്കേണ്ടത് 1/x ഓൾ റൈസ് ടു 0 എന്നാണ് കൊടുക്കേണ്ടത്. അതൊന്ന് കൊടുത്തോ വെറുതെ. അപ്പോൾ ഇത് 1 ആയിപ്പോ എന്തായാലും. ഓക്കെ, പ്ലസ് ആണ്, അപ്പോൾ മൊത്തം പ്ലസ് ആ വരും. അടുത്തത് 6c1. എക്സ് ആദ്യം വരുന്ന എക്സിൻ്റെ പവറിൽ 6 - 1 വരും. 6 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇൻറ്റു 1/xന്റെ പവറിൽ ആര് വരും, ഇവിടെ വരുന്ന ഈ നമ്പർ 1. അതായത് 1/x ആണ് ബി എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അടുത്തത് വരുന്നത് നമുക്ക് 6c2 എക്സ് റൈസ് ടു 6 - 2 വരും ഇൻറ്റു 1/x ഓൾ റൈസ് ടു 2 വരും. പ്ലസ് അടുത്തത് 6c3 എക്സ് റൈസ് ടു 6 - 3 വരും ഇൻറ്റു 1/xന്റെ പവറിൽ ആര് വരും, ഈ നമ്പർ 3. ആൻഡ് അടുത്തത് 6c4 നോക്കിക്കേ, എക്സ് റൈസ് ടു 6 - 4 വരും ഇൻറ്റു 1/xന്റെ പവറിൽ ആര് വരും, ഈ സീൻ്റെ താഴെയുള്ളത് 4. അടുത്തത് നമുക്ക് അടുത്തത് 6c5 എക്സ് റൈസ് ടു 6 - 5 വരും. 1/xന്റെ പവറിൽ ആര് വരും, ഈ ഇവിടെയുള്ള 5. 1/x ഓൾ റൈസ് ടു 5 ആട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. 1/x മുകളിൽ 5 ഇട്ട് കൊടുത്താൽ ഉത്തരം തെറ്റും. അതിന് മൊത്തത്തിൽ ആ 5 ഉണ്ട്, കാരണം ബി എന്ന് പറയുന്നത് 1/x ആണ്. ഓക്കെ, അടുത്തത് 6c6 സിമ്പിളാണ്. ആദ്യമുള്ളത് എക്സ് അല്ലേ, എക്സിൻ്റെ പവറിൽ 6 - 6 ഇൻറ്റു 1/x അല്ലേ രണ്ടാമതുള്ളത്, ആ 1/xന്റെ പവറിലാണ് താഴെയുള്ള ഈ 6 എഴുതേണ്ടത്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്കിത് കാൽക്കുലേറ്റർ വെച്ച് കിട്ടും, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. NC0 എടുത്താലും അതേപോലെ തന്നെ NCN എടുത്താലും നിങ്ങൾക്ക് കിട്ടുക 1 ആണ്. സിമിലർലി NC1 എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക N ആണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 2 എണ്ണേ ഉള്ളൂ, ഇത് 2 എണ്ണവും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ട്, അതെന്താ അപ്പം അങ്ങനെ പറഞ്ഞത്. അതായത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇതാ നോക്ക്, 7C0 എടുത്തു, ആൻസർ എത്രയായിരിക്കും, 1 ആണ്. ഇനിയിപ്പോൾ എടുക്കുന്നത് അടുത്ത ഞാൻ എന്താ 8C8, താഴെ മുകളിലും ഒരേ നമ്പർ ആണെങ്കിൽ ആൻസർ എന്താ, 1 ആണ്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 9C1 ആണെന്ന് വിചാരിച്ചോ, ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, 9. ഓക്കെ, ഈസിയാണ്. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് കിട്ടും. ഇനി അല്ലെങ്കിൽ കണ്ടെത്താനുള്ള മെത്തേഡ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം, കോമ്പിനേഷൻ കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് അത് പറയാം കേട്ടോ. നോക്കിക്കോ, 6C0 ഞാൻ പറഞ്ഞു, NC0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി എന്തായി പോകും, 1 ആയി പോകും. അപ്പോൾ ദാ 1 ഇൻറ്റു നമ്മൾ എഴുതുകയാണ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 6, ഇതും 1 ആയി പോകും. ഓക്കെ, പ്ലസ് 6C1 NC1 എന്ന് പറഞ്ഞാൽ N, അപ്പോൾ 6C1 എന്ന് പറഞ്ഞാൽ 6 എക്സ് റൈസ് ടു 6 - 1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1/xന്റെ ഓൾ റൈസ് ടു 1 ആണത്. അതായത് 1ന്റെ പവറിലും 1 എക്സിൻ്റെ പവറിലും 1, ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് പ്ലസ് 6C2. ഇനി അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോ, അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇത്രയേ ഉള്ളൂ പരിപാടി. നോക്കിക്കേ, ശ്രദ്ധിച്ചോ. ഇപ്പം നമ്മുടെ കയ്യിൽ 6C2 അല്ലേ ഉള്ളത്. 6C2 ആണെങ്കിൽ നിങ്ങൾ 6 2 6ന്റെ താഴോട്ടുള്ള 2 നമ്പർ എഴുതുക. അത് ഏതൊക്കെ, 6ഉം 5ഉം, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ താഴെ 2 അല്ലേ ഉള്ളത്, അപ്പോൾ 2 വരെയുള്ള 2 വരെയുള്ള ആ 2 നമ്പേഴ്സ് ചെയ്ത്, അപ്പോൾ അതേതാ 1 × 2, 6 × 5 30, 30/1 × 2 2, അപ്പോൾ ആൻസർ വരിക എന്താ, 50. ഇനിയിപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെയാന്ന് വിചാരിച്ചു, 6C3 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 6ന്റെ താഴോട്ടുള്ള 3 അല്ലേ ഉള്ളത്, 3 നമ്പർ ചെയ്ത് 6 × 5 × 4, അപ്പോൾ ആ താഴെ 3 അല്ലേ, അപ്പോൾ 3 വരെയുള്ള നമ്പേഴ്സും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 2 × 3. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കിട്ടും. ഈ 6ഉം ഈ 2 × 3 6ഉം ക്യാൻസൽ ചെയ്തു, 5 4 20 ആണ് ആൻസർ വരിക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കേ, 8C4 എന്ന് വന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ 8ന്റെ താഴോട്ടുള്ള 4 നമ്പർ ചെയ്ത് 8 × A × 6 × 5 ഡിവൈഡഡ് ബൈ 4 അല്ലേ, അപ്പോൾ 1 × 2 × 3 × 4 എഴുതിയാൽ മതി. ഓക്കെ, കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് ആൻസർ ചെയ്തിട്ടോ. 2 × 3 ഇതും കട്ട് ചെയ്തു, 4ഉം ഇതും കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. 2 5 10, 10 × A 70 ആൻസർ വരിക. ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ, എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാം, അല്ല ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞല്ലോ 6C2 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുക 6 × 5/1 × 2, അപ്പോൾ 30/2 15 ആണ് വരിക. അപ്പോൾ 15 ഇൻറ്റു എക്സ് റൈസ് ടു 6 - 2 4 ആണ്. 1/x ഹോൾ സ്ക്വയർ എന്നില്ലേ, 1ന്റെ സ്ക്വയർ 1 ബൈ എക്സ് റൈസ് ടു 2 അതും കൂടി വരും, പ്ലസ്
63 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാണ് വരിക. 2 ഇൻറ്റു 3 6, ഇതും കട്ട് ചെയ്തു. 5 4 20, 20 ബൈ 1 20 തന്നെ. അപ്പോൾ 20 റൈസ് ടു 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്ര? 3. ആൻഡ് ഇത് നോക്കേ, 1 ക്യൂബ് ഉണ്ട്. ഓക്കെ, അത് 1. പിന്നെ എക്സിനും ക്യൂബ് എടുക്കണം. അപ്പോൾ അത് എക്സ് ക്യൂബ് പ്ലസ്. കഴിഞ്ഞോ? ഇല്ല. 64 എന്ന് പറയുമ്പോഴോ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് വരും. 3 ഇൻറ്റു 4ഉം 3 ഇൻറ്റു 4ഉം കട്ട്. 6 5 30, 30 ബൈ 2 15. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കുറച്ചുകൂടി സിമ്പിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നോക്ക്, 6 മൈനസ് 4 2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ 1 ബൈ എക്സ് റൈസ് ടു 1 ബൈ എക്സ് ഓൾ റൈസ് ടു 4 ആണ്. അപ്പോൾ ഇതാ 1 ബൈ എക്സിൻ്റെ പവറിലും 4 വരും, 1ൻ്റെ പവറിലും 4 വരും. 1ൻ്റെ പവറിൽ 4 വന്നാൽ 4 തന്നെ. അത് എഴുതി. ഇനി ഇവിടുത്തെ നോക്ക്, 65 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുക. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് എഴുതുക. അതായത് ഈ 2 ഇൻറ്റു 3 ഇൻറ്റു 4ഉം 2 ഇൻറ്റു 3 ഇൻറ്റു 4ഉം കട്ട് ചെയ്തു. 5 ഉണ്ട്, 5ഉം കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ വരും എന്താ? 6. അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാലും മതി കേട്ടോ, വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്ക്, 6 ഇൻറ്റു പിന്നെ ഇതാ എക്സ് റൈസ് ടു 6 മൈനസ് 5. അപ്പോൾ എക്സ് തന്നെ ഇവിടെ 1 ബൈ എക്സ് റൈസ് ടു 5 എന്നും വരും. ആൻഡ് അടുത്ത സ്റ്റെപ്പ് 66. അത് ഞാൻ പറഞ്ഞു, മുകളിലും താഴെയും സെയിം ആണെങ്കിൽ കോമ്പിനേഷൻ വരുമ്പോൾ 1 ആണ് ആൻസർ. അപ്പോൾ 1 ഇൻറ്റു എക്സ് റൈസ് ടു 6 മൈനസ് 6 എന്താ? 0. അപ്പോൾ അതും 1 ആയി പോകും. ആൻഡ് 1 ബൈ എക്സ് റൈസ് ടു 6 ആണ് പിന്നെ വരിക. ഇതെല്ലാം കൂടി ഒന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിക്കേ. ആൻസർ, ഫൈനൽ ആൻസർ 1 ഇൻറ്റു 1 ഇൻറ്റു എക്സ് റൈസ് ടു 6, എക്സ് റൈസ് ടു 6. ഇവിടുന്ന് ഒരു എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു എക്സ് വെട്ടാം, ഇവിടുന്ന് ഒരു എക്സ് പോകും. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 4 ആകും കേട്ടോ. ശരിയല്ലേ? എക്സ് റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 5 എക്സാ. താഴെന്നൊരു എക്സ് കട്ട് ചെയ്താൽ പിന്നെ 4 എക്സേ ബാക്കി ഉണ്ടാവും. അതായത് എക്സ് റൈസ് ടു 4. 4 എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എക്സ് റൈസ് ടു 4. ഓക്കെ, ഇവിടുത്തെ കേസിൽ 15 ഇൻറ്റു എക്സ് റൈസ് ടു 4ൽ നിന്ന് 2 കട്ട് ചെയ്യാം, താഴെ നിന്നും 2 കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മാത്രമേ ബാക്കി ഉണ്ടാവുക. ശരി, അടുത്ത നോക്കേ, ഈ എക്സ് ക്യൂബ് അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ 20 ഇൻറ്റു 1 20 മാത്രമേ ബാക്കി ഉണ്ടാവുക. ഓക്കെ, അടുത്ത നോക്കിയാൽ 15, അത് അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് എക്സ് സ്ക്വയറും വെട്ടും, ഇവിടുന്ന് എക്സ് സ്ക്വയറും വെട്ടും. അപ്പോൾ താഴെയാണ് എക്സ് സ്ക്വയർ ബാക്കി ഉണ്ടാവുക. അതായത് 15 ബൈ എക്സ് സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. ഇനി ഇവിടുത്തെ നോക്കിക്കോ, 6 ഇൻറ്റു ഇതാ ഇവിടുന്ന് ഒരു എക്സ് വെട്ടും, ഇവിടുന്ന് ഒരു എക്സ്, ഇവിടുന്ന് ഒരു എക്സ് പോയാൽ 4 എക്സാ. പിന്നെ എക്സ് റൈസ് ടു 4 ബാക്കി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 6 ബൈ എക്സ് റൈസ് ടു 4. ഇവിടെയോ 1 ബൈ എക്സ് റൈസ് ടു 6 തന്നെ. ഇതാണ് ഇപ്പോൾ ആക്ച്വലി എന്ത് നിങ്ങളുടെ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു 6ൻ്റെ എക്സ്പാൻഷൻ. ഇനി ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് എക്സാമിന് മാറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിച്ചു, എക്സ് മൈനസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു 6ൻ്റെ എക്സ്പാൻഷൻ എന്തെന്ന്. എടാ ഒന്നുമില്ല, നിങ്ങൾ ഇതേ സെയിം സാധനം ചെയ്യുക. അൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. ആദ്യം പ്ലസ് എക്സ് റൈസ് ടു 6, രണ്ടാമത് മൈനസ് 6 എക്സ് റൈസ് ടു 4, മൈനസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്ലസ് 15 എക്സ് സ്ക്വയർ, പിന്നെ അടുത്തത് മൈനസ് 20, അടുത്തത് പ്ലസ് 15 ബൈ എക്സ് സ്ക്വയർ, അടുത്തത് മൈനസ് 6 ബൈ എക്സ് റൈസ് ടു 4, അടുത്തത് പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു 6. ഇങ്ങനെ എഴുതേണ്ടത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ മൈനസിൻ്റെതും കിട്ടിയത് കണ്ടോ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണല്ലോ. ഒരു കിടിലൻ ചോദ്യം കൂടി തരാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാമല്ലോ. എ പ്ലസ് ബി ഓൾ റൈസ് ടു 4 മൈനസ് എ മൈനസ് ബി ഓൾ റൈസ് ടു 4 യൂസിങ് ബൈനോമിയൽ തിയറം. അത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം എ പ്ലസ് ബി ഓൾ റൈസ് ടു 4 ഒന്ന് എഴുതട്ടെ. എ പ്ലസ് ബി ഓൾ റൈസ് ടു 4 എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 4C0 നിങ്ങൾ പറയണേ. 4C0 എ റൈസ് ടു 4 മൈനസ് 0 4 ബി റൈസ് ടു 0. അടുത്തത് 4C1 എ റൈസ് ടു 4 മൈനസ് 1 3 ആൻഡ് ബിൻ്റെ പവറിൽ 1 വരും. ഓക്കെ, ബി റൈസ് ടു 1. അടുത്തത് 4C2 എ റൈസ് ടു 4 മൈനസ് 2 2 വരും ആൻഡ് ബിൻ്റെ പവറിൽ ഈ താഴെയുള്ള 2. ഓക്കെ, അടുത്തത് 4C3 എ റൈസ് ടു 4 മൈനസ് 3 1 വരും, ബി റൈസ് ടു 3 വരും. അടുത്തത് 4C4 എ റൈസ് ടു 4 മൈനസ് 4 0 വരും, ബിൻ്റെ പവറിൽ ഈ 4 വരും. ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതുകയാണ്. അപ്പോൾ എ പ്ലസ് ബി ഓൾ റൈസ് ടു 4 നല്ല രീതിക്ക് എഴുതാം നമുക്ക്. ബി റൈസ് ടു 0 1 ആയി പോകും. 4C0 എന്താ? 1 ആ. അപ്പോൾ 1 ഇൻറ്റു എ റൈസ് ടു 4 ഇൻറ്റു 1. അപ്പോൾ നമ്മുടെ ആൻസർ ആദ്യത്തതിൽ എ റൈസ് ടു 4. 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 എ ക്യൂബ് ബി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ബി. 4C2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ബൈ 1 ഇൻറ്റു 2 എന്നാണ് വരിക. ശരിയല്ലേ? 4C2 4 ഇൻറ്റു 3 ബൈ 1 ഇൻറ്റു 2, അതായത് 12 ബൈ 2 6 കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എഴുതുമ്പോൾ 6 എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ,
4C3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4C3 എന്ന് പറഞ്ഞാൽ 4 ആ കിട്ടുക നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. 4 × 3 × 2 by 1 × 2 × 3 ഇതാ നോക്കും 4/1 4. അപ്പോൾ നമ്മൾ അടുത്തത് എഴുതുക 4a⁻1 എന്ന് പറഞ്ഞാൽ ab³ 4C4 എന്ന് പറഞ്ഞാൽ എന്താ 1. അപ്പോൾ 1 × a⁻0 അതും 1 പിന്നെ b⁻4 മാത്രമേ വരൂ. 1 × 1 × b⁻4. അപ്പോൾ ഓക്കെ നമ്മൾ എഴുതി. നമുക്ക് വേണ്ടത് എന്താ a+b⁴ മൈനസ് a−b⁴ ഓക്കെ. a+b⁴ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് a−b⁴ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എങ്ങനെയാ a⁴ ഫസ്റ്റ് ഇതത് പ്ലസ് മൈനസ് 4a³ പ്ലസ് 6a²b², അടുത്തത് മൈനസ് 4ab³ മൈനസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് പ്ലസ് b⁴. ഇത് രണ്ടും മൈനസ് ചെയ്യല്ലേ വേണ്ടത് അല്ലേ? അതായത് a+b⁴ ഇതും മൈനസ് ചെയ്യണം. എടാ മൈനസ് ചെയ്യണമെങ്കിൽ നേരിട്ട് അങ്ങ് മൈനസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. b⁴ മൈനസ് b⁴ നോക്കണേ, പ്ലസ് b⁴ മൈനസ് പ്ലസ് b⁴ 0. അപ്പോൾ അത് എഴുതണ്ട പോട്ടെ. 4ab³ മൈനസ് -4ab³. അപ്പോൾ അത് എന്താ വരിക എന്നറിയോ? നോക്കിക്കോ 4ab³ മൈനസ് -4ab³. അങ്ങനെ തന്നെയാണ് 4ab³ മൈനസ് -4ab³. അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ നിങ്ങളുടെ ആൻസർ 4ab³ പ്ലസ് 4ab³. 4ab³ 4ab³ കൂട്ടിയാൽ 8ab³ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആദ്യം വരുന്നത് 8ab³. 6a²b² മൈനസ് 6a²b² ക്യാൻസൽ. 4a³ മൈനസ് -4a³. ഇപ്പം ഇതുപോലെ തന്നെ 4a³ മൈനസ് -4a³. അപ്പോൾ നമ്മുടെ ആൻസർ 8a³ വരും. അപ്പോൾ അതാ അടുത്തതിൽ നോക്കിക്കോ, ഇതുകൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8a³ ആണ് കിട്ടുന്നത്. ഇവിടെ മുമ്പ് പ്ലസ് തന്നെ അല്ലേ, അപ്പോൾ 8a³ അല്ലേ? ഇവിടെ മുമ്പ് പ്ലസ് തന്നെയാണ് കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി പ്ലസ് 8ab³ എന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ 4a³ മൈനസ് -4a³ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ചെയ്യുമ്പോൾ പ്ലസ് തന്നെ കിട്ടുക. അപ്പോൾ 8a³ പ്ലസ് 8a³. a⁴ മൈനസ് a⁴ ക്യാൻസൽ. സിമ്പിൾ, അത്രേ ഉള്ളൂ. അതായത് a+b⁴ മൈനസ് a−b⁴ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ഇതൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താലുണ്ടല്ലോടാ, എല്ലായിടത്തും 8 ഉണ്ട്, a ഉണ്ട്, b ഉണ്ട്, എയും ഉണ്ട്, ബി ഉണ്ട്. 8ab പുറത്തെടുത്തു നിങ്ങൾ. 8ab പുറത്തെടുത്താൽ 8 പുറത്ത് വന്നു. a³ a പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ a² ബാക്കി ഉണ്ടാവും, കാരണം a² × a ആണ് a³. ഒരു b ഉണ്ടല്ലോ, അതും പുറത്ത് വന്നു. പിന്നെ ഇതാ പ്ലസ്, ഇവിടുന്ന് 8ab നമ്മൾ പുറത്തെടുത്തു. 8ab പുറത്തെടുത്താൽ 8a ഓക്കെ പുറത്ത് വന്നു. b³ എന്നൊരു b പുറത്ത് വന്നാൽ പിന്നെ അവിടെ b² ബാക്കി ഉണ്ടാവും. അതായത് ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ a+b⁴ മൈനസ് a−b⁴ ആൻസർ. ഇനി അടുത്ത കാര്യം നോക്കിക്കേ, യൂസിങ് പാർട്ട് എ വെച്ചിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതെന്ത് ഈസിയാണെന്നറിയോ നിങ്ങൾക്ക്? ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് √3 + √2 മൈനസ് √3 മൈനസ് √2 ഇത് നേരത്തെ എഴുതിയ അതേ ഫോർമുല. എക്ക് പകരം √3 ഇതാ a+b⁴, ബിക്ക് പകരം √2 മൈനസ് a−b⁴ അതേ ഫോർമുല ഉള്ളത്. അപ്പം അതിൻ്റെ ആൻസർ നമ്മൾ എഴുതിയത് എന്താ നോക്ക്, 8ab × a² + b². നിങ്ങൾ അതേപോലെ എൻ്റെയും ബീൻ്റെയും വാല്യൂ കൊടുത്താൽ മതിയടാ. ഇതിൽ എൻ്റെയും ബീൻ്റെയും വാല്യൂ കൊടുത്താൽ മതി. എക്ക് √3, അപ്പോൾ 8 × √3 × ബിക്ക് √2 × a² എന്ന് പറഞ്ഞാൽ √3ൻ്റെ സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ. ഓക്കെ, √3 × √2 നമുക്ക് √3 × 2 എന്ന് എഴുതാം, തെറ്റില്ല. √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആൻഡ് √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. 3 + 2 5 ആ കിട്ടുക. അപ്പോൾ 5 × ഇങ്ങനെ വരിക, 5 × 8 × 3 × 2 6 അല്ലേ, അപ്പോൾ √6. 5 × 8 എന്താ 40. അപ്പോൾ 40 √6 ആണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ നിങ്ങളത് എക്സ്പാൻഡ് ചെയ്തത്? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ആകെ ഈ ഒരു കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഒരു കുഞ്ഞു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ